അപ്പോൾ എല്ലാവർക്കും PK ലേണിങ്സിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ അടുത്തൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ക്ഷേത്ര മര്യാദകളാണ്. അപ്പോൾ ഇനി നമ്മൾ വാദ്യോപകരണ കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കി, അത് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ക്ഷേത്ര മര്യാദകളാണ് നമ്മൾ നോക്കുന്നത്. അപ്പം നമ്മൾ ഈ ക്ഷേത്ര മര്യാദയിലേക്ക് അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഒന്ന് കിടക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയണം അല്ലേ. എന്താണ് ക്ഷേത്രം, അതുപോലെ ക്ഷേത്ര അന്തരീക്ഷം എന്താണ്, അതുപോലുള്ള കുറച്ച് കാര്യങ്ങൾ, ക്ഷേത്രത്തെ സംബന്ധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിയണം. അപ്പം നമുക്കതൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. എന്താണ് ക്ഷേത്രം എന്ന് വെച്ചാൽ എന്താണ് വരുന്നത് അല്ലേ? ക്ഷേത്രായത ഇത് ക്ഷേത്ര എന്നൊക്കെ പറയും അല്ലേ. അതായത് നമ്മുടെ ഒരു നാശം, ആ ഒരു നാശത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിൻ്റെ എന്താണ് പറയുക, ക്ഷേത്രം എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ അതാണ് ക്ഷേത്രം എന്നോട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ അവിടെ ചെല്ലുമ്പോൾ എന്താണ് ഒരു സംഭവിക്കുന്നത് വെച്ചാൽ ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ അവിടെ ഈ പൂജകളും അതുപോലെ മന്ത്രങ്ങൾ ഇതിൻ്റെ എല്ലാം തന്നെ ഒരു എന്താ പറയുക, എല്ലാം കൂടിച്ചേർന്ന് അവിടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി, ആ ഒരു എനർജിക്കകത്തേക്ക് അല്ലെങ്കിൽ ആ ഒരു എനർജിയുടെ വലയത്തിനകത്തോട്ട് നമ്മൾ ചെല്ലുമ്പോൾ എന്താ നമുക്ക് സംഭവിക്കുന്നത്, നമുക്കും ഒരു പോസിറ്റിവിറ്റി കിട്ടുവാണ്. ഇത് നമ്മൾ അറിഞ്ഞുകൊണ്ടല്ല, നമുക്കത് ഓട്ടോമാറ്റിക്കലി നമ്മൾ സംഭവിക്കുകയാണ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് തന്നെ പലർക്കും എക്സ്പീരിയൻസ് ഉള്ളതാണ്, ചില ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഒരു വ്യത്യാസം ഉണ്ടാവും. അതായത് ഒരുപാട് ടെൻഷനോ ബുദ്ധിമുട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾ അവിടെ ചെല്ലുന്നു. അവിടെ നിന്ന് തൊഴുത് നിങ്ങൾ ഇറങ്ങുമ്പോഴത്തേക്കും എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ ആ ഒരു ഭാരം അങ്ങ് ഇറങ്ങിയതായിട്ട് നിങ്ങൾക്ക് തോന്നും. അപ്പോൾ ഇത് സംഭവിക്കുന്നതാണ് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ഇത്. അത് നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്ന ചില ക്ഷേത്രങ്ങളുണ്ട്. ചില ആളുകൾക്ക് ചില ക്ഷേത്രങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നത്. അപ്പോൾ അതുപോലെ ഓരോ ആളുകൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രങ്ങൾ ചെല്ലുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ഈ ഒരു പോസിറ്റിവിറ്റി, ആ ഒരു പോസിറ്റിവിറ്റി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അബ്സോർവ് ചെയ്യും, നമ്മുടെ ബോഡി അബ്സോർവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഈ ക്ഷേത്ര ദർശനം അത് എങ്ങനെ നടത്തണം എന്നൊക്കെ ചോദിച്ചാൽ എങ്ങനെയാണ്, നമ്മൾ ഒരു ദേഹശുദ്ധി മനഃശുദ്ധി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പം നമ്മുടെ മനഃശുദ്ധിയൊക്കെ വളരെ കറക്റ്റായിട്ട് തന്നെ ഉണ്ടെങ്കിലാണ് ആ ഒരു ഫലം കൃത്യമായിട്ട് ലഭിക്കുക. കാരണം നമ്മൾ മനസ്സിൽ പകയോ വിദ്വേഷമോ അല്ലെങ്കിൽ അവിടെ ചെന്നതിന് ശേഷമാണെങ്കിലും എന്താ, ഇപ്പം പല ആളുകൾ തമ്മിൽ അമ്പലത്തിനകത്ത് തന്നെ വരസെന്ന് കാണാറുണ്ട്. ഒരാളുടെ മുന്നിൽ കയറി അടുത്ത ആൾ നിന്നു, അല്ലെങ്കിൽ ഒരാൾ മാറുന്നില്ല. അവിടെ നമ്മൾ ക്ഷമ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കുറച്ച് ക്വാളിറ്റീസ് ആയിട്ട് വേണം നമ്മൾ എപ്പോഴും ക്ഷേത്രത്തിൽ ഒരു സന്ദർശനം നടത്താനും ഒക്കെ ആയിട്ട്. നമ്മുടെ മനസ്സും എന്താണ്, ഒരു ദേവൻ്റെ അല്ലെങ്കിൽ ദേവിയുടെ ഒരു ഭാവത്തിലേക്ക് ഏറ്റവും താന്ന അല്ലേ. നമ്മൾ താമരയുടെ പുറത്തൊക്കെ ദേവി ഇരിക്കും അല്ലേ. അതെങ്ങനെയാണ് അങ്ങനെ പറ്റുന്നത്, ആ ഒട്ടും ഭാരമില്ലാത്ത ഒരു രീതിയിലേക്ക് നമ്മൾ മാറുവാണ്. അപ്പം അങ്ങനെ ചെയ്യുമ്പം മാത്രമാണ് എന്ത് സംഭവിക്കുക, താമരപ്പൂവിൻ്റെ ഒക്കെ പുറത്തിരിക്കാൻ പറ്റുന്നത് അല്ലേ. ആ ഒരു കൺസെപ്റ്റ് എന്താണ് പറയുന്നത്, നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം ഭാരം കുറഞ്ഞാണ്. നമ്മൾ പറയുമല്ലോ ചിലരെ കാണുമ്പോൾ നമ്മൾ മൈൻഡ് ചെയ്ത് പോകുമ്പം എന്താണ്, നിങ്ങൾക്ക് ഭയങ്കര വെയിറ്റ് ആണല്ലോ എന്ന് പറയും അല്ലേ. ഇപ്പോൾ വെയിറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുക, മുങ്ങിപ്പോവും. താമരയുടെ പുറത്ത് കയറുന്നത് മുങ്ങിപ്പോവും തീർച്ചയായിട്ടും. ഇപ്പം എന്ന് പറഞ്ഞ പോലെയാണ് നമ്മൾ എങ്ങനെയാവണം ഇതൊക്കെ സന്ദർശനം, ക്ഷേത്രത്തിലൊക്കെ സന്ദർശനം നടത്തുന്ന സമയത്ത് നമ്മളും വളരെയധികം ലഘുവായ രീതിയിലുള്ള ഒരു മനോനിലയിൽ വേണം സന്ദർശനം നടത്താൻ. എന്നാൽ മാത്രമാണ് ആ ഒരു ഫലങ്ങൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ അപ്പോൾ നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറയുന്നത്, ക്ഷേത്രം മര്യാദ എന്നൊക്കെ പറഞ്ഞ് ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടൊരു വീക്ഷണം കിട്ടും. അതോടൊപ്പം എന്തുകൊണ്ട് ക്ഷേത്രം സന്ദർശിക്കണം എന്ന് ചോദിച്ചാൽ എന്താ, ഇപ്പം ഒരു വിശ്വാസം അനുസരിച്ച് ഈ ലൈഫ് ഒരു സൈക്കിളായിട്ടാണ് അല്ലേ ഹിന്ദുസത്തിൽ പറയുന്നത്. അതായത് കഴിഞ്ഞൊരു ബർത്ത് ഉണ്ടായിരുന്നു അല്ലെ, ഒരു മനുഷ്യൻ മരിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. അതായത് ശരീരം വെടിയുന്നു, ആത്മാവ് എന്ത് ചെയ്യുന്നു, ആത്മാവ് പിന്നെയും പുനർജനിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഈ പുനർജന്മം സംഭവിക്കണമെങ്കിൽ എന്താ ഉണ്ടാവണം, കുറേ പാപങ്ങൾ ഉണ്ടാവണം അല്ലേ. കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പാപങ്ങൾ, സഞ്ചിത പാപങ്ങൾ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഈ ജന്മത്തിൽ നമ്മൾ ചെയ്ത പാപങ്ങൾ, ചെയ്യാൻ പോകുന്ന പാപം അവിടെ നിൽക്കട്ടെ. അപ്പം ഈ പാപങ്ങളും ഒക്കെ ആയിട്ട് അല്ലെങ്കിൽ ചെയ്തതിന് ശേഷം എന്താ, നമ്മൾ പുണ്യം എന്നൊരു ഘടകം തേടിയാണ് ഈ ക്ഷേത്രങ്ങളും ക്ഷേത്ര ദർശനങ്ങളും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇതാണ് ക്ഷേത്ര ദർശനത്തിൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ എന്താ, പാപങ്ങൾ നീക്കി പുണ്യം കൊണ്ടുവരിക എന്നുള്ള കാര്യമാണ് ഇത് ക്ഷേത്ര ദർശനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പാപങ്ങൾ നീക്കുക എന്നുകൊണ്ടൊക്കെ നമ്മൾ പറയുമ്പം അത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഹിംസപാപം എന്നൊരു രീതിയിലൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക്കായിട്ട് അറിയണം. അതുപോലെ ക്ഷേത്രത്തിലെ കുറികളുടെ ചില പ്രത്യേകതകളുണ്ട്. ഇപ്പോൾ ശൈവം, വൈഷ്ണവം, അതുപോലെ ശാക്തികം എന്നൊക്കെ പറയും. അതുപോലെ ക്ഷേത്ര മര്യാദകളിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ പറയുവാണെങ്കിൽ, ഇപ്പം ക്ഷേത്രത്തിൽ വേറൊരു അവസരം പറയാൻ കിട്ടിയെന്നുണ്ടാവില്ല, അതുകൊണ്ട് പറയുന്നേ ഉള്ളൂ. അതായത് കുറിതൊടൽ എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിലേക്ക് വരുമ്പോൾ, അതായത് ഇപ്പം ശൈവസങ്കല്പത്തിലുള്ള കുറിതൊടലുണ്ട്, അതുപോലെ വൈഷ്ണവ സങ്കല്പത്തിലുള്ള
വൈഷ്ണവ സങ്കല്പത്തിലുള്ള കുറുതൊടലുണ്ട്. പിന്നെന്താ ദേവീ സങ്കല്പം അല്ലേ. ഇപ്പം ശാക്തേയം എന്നൊക്കെ നമുക്കറിയാം. ശക്തി ആ ഒരു അല്ലേ, ശക്തി എന്ന് പറഞ്ഞാൽ എന്താ, ദേവിയെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ശക്തി എന്നൊക്കെ പറയുന്നത്. അപ്പം ആ ഒരു ഭാവത്തിലുള്ള കുറുതൊടലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ശൈവ വിശ്വാസം ഒക്കെ അനുസരിച്ചിട്ട് എന്താണ്, ഭസ്മമാണ് തൊടുന്നത്. അതായത് നെറ്റിയിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഭസ്മമാണ് അവിടെ എന്തായിട്ട് കുറി തൊടുന്നത്. അതുപോലെ തന്നെ ഇപ്പം വൈഷ്ണവം എന്നൊരു രീതിയിൽ ആ ഒരു ആരാധനയുടെ ആ ഒരു ഭാഗത്തിലോട്ട് വരുമ്പം അവിടെ കുറി തൊടുന്നത് ചന്ദനം ഉപയോഗിച്ചിട്ടാണ്. ഇപ്പം ചന്ദനം എന്നൊക്കെ പറഞ്ഞാൽ എന്താ, സുഷുപ്ന നാഡിയുടെ ഒരു പ്രതീകമായിട്ടാണ് ചന്ദനത്തെ കണക്കാക്കുന്നത്. അതുപോലെ തൊടേണ്ട വിരലുണ്ട്. ഏത് വിരലാണ്, മോതിര വിരൽ അല്ലേ. മോതിര വിരൽ കൊണ്ടാണ് ഈ ചന്ദനക്കുറി തൊടേണ്ടതും. അതുപോലെ നമ്മളിപ്പോൾ ശാക്തേയം, നമ്മൾ ദേവി സങ്കല്പത്തിലൊക്കെ വരുമ്പോൾ അതെങ്ങനെയാണ്, അത് വരുന്നത് കുങ്കുമമാണ് തൊടുന്നത്. അത് തൊടുന്നതും എവിടെയായിരിക്കും, ഒന്ന് ലലാടം അല്ലെങ്കിൽ നെറ്റി എന്ന് പറയും, അതിൻ്റെ നടുവിലായിട്ട് തൊടാം, അല്ലെങ്കിൽ എന്താ പുരികങ്ങൾക്ക് ഇടയിലായിട്ടും തൊടാനായിട്ട് പറ്റും. അതായത് പുരികത്തിന് നടുവിൽ ചിലപ്പം എന്നാ ഭ്രൂമധ്യ അല്ലെ, ഭ്രൂമദ്യം എന്നൊക്കെ പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വന്നാലും പേടിക്കേണ്ട. ഭ്രൂമദ്യമല്ല, ഭ്രൂമദ്യം എന്നൊക്കെ പറഞ്ഞാൽ പരീക്ഷയ്ക്ക് വന്നാലും പേടിക്കേണ്ട. അതെന്താ, പുരികത്തിൻ്റെ നടുവ് എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. അതുപോലെ ഇപ്പം ഈ ഭസ്മം, ചന്ദനം, കുങ്കുമം ഇത് മൂന്നും ചേർത്ത് തൊടുവാണെങ്കിൽ എന്താ, അതൊരു ത്രിപുരസുന്ദരി ആ ഒരു ഭാവമാണ് അതിന് വരുന്നത്. ത്രിപുരസുന്ദരി പ്രതീകം എന്നൊക്കെ നമുക്ക് പറയാം. ആ ഒരു ഭാവമായിരിക്കും അതിൽ വരുന്നത്. ഇനിയിപ്പോൾ അതല്ല, ചന്ദനവും കുങ്കുമവും കൂടെ ചേർത്താണ് തൊടുന്നതെങ്കിൽ അതിന് ഒരു വിഷ്ണുമായ പ്രതീകം എന്നുള്ള രീതിയിൽ പറയാം. കുങ്കുമം ഭസ്മവും കൂടെ ചേർത്താണ് തൊടുന്നതെങ്കിൽ നമുക്കതിനെ എന്തെന്ന് പറയാൻ പറ്റും, ശിവശക്തിയാത്മകം എന്ന് നമുക്കതിനെ പറയാനായിട്ട് പറ്റും. പിന്നെ നമ്മൾ ഈ തിലകം, ഇതിനെ മൊത്തത്തിൽ നമുക്ക് തിലകം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ തിലകം തൊടുമ്പോൾ നമുക്കതിനെ ഉപയോഗിക്കാവുന്ന ഏറ്റവും അത്യുത്തമമായിട്ടുള്ളത് ഏതാണ്, മോതിരവിരലാണ് ഏറ്റവും അത്യുത്തമം. അതിനുശേഷം പിന്നെ നമുക്ക് നടുവിരലോ ചൂണ്ടുവിരലൊക്കെ ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞൊരു കേസുണ്ടല്ലേ, ഈ മോതിരവിരൽ ഉപയോഗിക്കുമ്പോൾ അത് ശാന്തി പ്രദാനം ചെയ്യുന്നതാണ് മോതിരവിരൽ ഉപയോഗിക്കുമ്പോൾ. പിന്നെ വരുന്നത് നടുവിരൽ പിന്നെ ചൂണ്ടുവിരലാണ് വരുന്നത്. അപ്പം നടുവിരൽ കൊണ്ട് ആണ് തൊടുന്നതെങ്കിൽ അത് ആയുസിനെ പ്രദാനം ചെയ്യുന്നതാണ്. ആയുസാണ് നടുവിരൽ കൊണ്ട് തൊടുമ്പോൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം മോതിരവിരൽ ശാന്തി, നടുവിരൽ ആയുസ്, പിന്നെ വരുന്നതാണ് ചൂണ്ടുവിരൽ കൊണ്ട് തൊടുമ്പോൾ അതിനെ മോക്ഷം എന്നൊരു കാര്യമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം മോതിരവിരൽ, നടുവിരൽ, ചൂണ്ടുവിരൽ. മോതിരവിരൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ശാന്തി. നടുവിരൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ആയുസ്. അതുപോലെ തന്നെ ചൂണ്ടുവിരൽ ഉദ്ദേശിക്കുന്നത് മോക്ഷം. അപ്പോൾ നമുക്ക് ഇനി ക്ഷേത്ര മര്യാദകളിലേക്ക് നമുക്ക് കിടക്കുമ്പം ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ് അല്ലേ, നമ്മൾ പലപ്പോഴും ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അല്ലേ, ശബ്ദം നാമജപത്തിന് മാത്രം എന്നൊരു ഭാഗം നമുക്ക് കാണാൻ പറ്റും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ എന്തായിരിക്കും ചിലപ്പോൾ സംഭവിക്കുന്നത്, ആ ഒരു ക്ഷേത്രത്തിൻ്റെ അവിടെ ഇരിക്കാൻ ഇടയുണ്ടെങ്കിൽ അവിടെ ഒരാൾ വന്നിരിക്കും, അതിനുശേഷം എന്താ ആൾക്ക് പരിചയമുള്ള വേറെ ആൾ അവിടെ വന്നിരിക്കും, ഒന്നോ രണ്ടാളും കൂടെ പിന്നെയും വന്നിരിക്കും, പിന്നെ അവിടെ എന്താ പിന്നെ സംസാരമായി, അടുത്ത ആളുടെ കുറച്ച് കുറ്റം പറച്ചിലായി. അപ്പം അങ്ങനെയുള്ള ഒരു കുടുംബസംഗമം പോലെയൊക്കെ തന്നെ അവിടെ സംഭവിക്കും. അപ്പം അവിടെ ആ ഒരു രീതിയിൽ പാടില്ല. ഇപ്പം ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ നാമജപം മാത്രം നടത്താൻ പാടുള്ളൂ. കാരണം എന്താ, ഇപ്പം കലിയുഗത്തിൽ പറയുന്ന കാര്യമാണ്, കലിയുഗത്തിൽ മോക്ഷം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം, നാമജപത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. അതുപോലെ ക്ഷേത്രത്തിൽ വന്നു കഴിയുമ്പോൾ അപ്പോൾ ക്ഷേത്രത്തിൻ്റെ മര്യാദയാണത്, മറ്റുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങൾ. കാരണം എന്താ, അവിടെ ഓൾറെഡി ഒരു പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമാണ്. ഇപ്പോൾ പൊതുവേ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്, ഒരാൾ വരുന്നു, മറ്റൊരാൾ ഇട്ടിരിക്കുന്ന ഒരു അറ്റയറോ കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കുന്നത്, അല്ലെങ്കിൽ ഗോൾഡ് ഉണ്ടോ എന്നൊക്കെ നോക്കുന്നത്. ചുമ്മാ എൻ്റെ ഓരോന്നും പറയും, പിന്നെ പറഞ്ഞ് അങ്ങ് കയറി അങ്ങ് പോകും. അപ്പോൾ ഒരിക്കലും ആ ഒരു രീതിയിൽ ക്ഷേത്രത്തിൽ ആ ഒരു രീതിയിലുള്ള സംസാരങ്ങളോ കാര്യങ്ങളൊന്നും പാടില്ല. പ്രാർത്ഥിക്കാൻ നിൽക്കുന്നവർക്ക് തന്നെ അത് ബുദ്ധിമുട്ടാണ്, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ ഒരു കോൺസെൻട്രേഷനോടെ പ്രാർത്ഥിക്കാനോ അവരെ മനസ്സിലെ ഭാരം ഇറക്കി വെക്കാനൊക്കെ ആയിരിക്കും വന്നിരിക്കുന്നത്. അപ്പോഴായിരിക്കും ഈ സംസാരവും കാര്യങ്ങളും എല്ലാം. പിന്നെ അതുപോലെ തന്നെ മൊബൈലിൽ സംസാരിക്കുക, മൊബൈൽ ഓണാക്കുക, ഇതുള്ള കാര്യങ്ങളെല്ലാം അകത്ത് നടക്കുന്നുണ്ട്. ദയവ് ചെയ്ത് ക്ഷേത്രത്തിനകത്ത് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാതിരിക്കുക. അപ്പോൾ എന്താ, ക്ഷേത്ര മര്യാദയുടെ പ്രധാനമായിട്ട് പാലിക്കേണ്ട കാര്യം എന്താണ് അല്ലേ, ശബ്ദം തന്നെയാണ്. ശബ്ദം നാമജപത്തിന് മാത്രമായിട്ട് ഉപയോഗിക്കുക. പിന്നെ വരുന്നതാണ് ക്ഷേത്ര ദർശനം. അവിടെ ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, കുളിച്ച് ശുദ്ധമായിട്ട് വേണം വരാനൊക്കെ ആയിട്ട് അല്ലെ. ദേഹശുദ്ധി, മനഃശുദ്ധി ഇത് തന്നെയാണ് ആദ്യം വേണ്ടത്. ഈ മനഃശുദ്ധി എന്നൊരു ഭാഗം ഉണ്ടെങ്കിൽ ആദ്യത്തെ പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പം മനഃശുദ്ധി എന്നൊരു ഭാഗം തീർച്ചയായിട്ടും പോകുന്നവരെല്ലാം പാലിക്കുക. അറിയാവുന്നവരാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, എന്നിട്ടും കേൾക്കുന്നില്ല നമ്മളൊന്നും ചെയ്യാൻ പോകണ്ട, അത്രേ ഉള്ളൂ. അപ്പം ക്ഷേത്ര ദർശനം പാലിക്കുന്നവർ തീർച്ചയായിട്ടും എന്തൊക്കെ ഉണ്ടാവണം, ദേഹശുദ്ധി മസ്റ്റാണ്. അതോടൊപ്പം തന്നെ മനഃശുദ്ധി ഉള്ളതിനെ ഏറ്റവും നല്ലത്. അങ്ങനെയുള്ളവരാരും പൊതുവെ ചെന്ന് കാണുന്നില്ല, അല്ലെങ്കിൽ കാണുന്നവർ വളരെ കുറവാണ്, ചെല്ലുന്നവർ വളരെ കുറവാണ്. അതുപോലെ ക്ഷേത്രത്തിൽ എങ്ങനെ പോകണം,
എങ്ങനെ പോകണം? ദേഹശുദ്ധി വരുത്തണം, മനഃശുദ്ധിയായിട്ടും പോവുക. അതോടൊപ്പം എന്താ, നമ്മൾ കുളിച്ച് ശുദ്ധമായി വൃത്തിയായിട്ട്, അതിന് ദേഹശുദ്ധിയിൽ പെടും. അതുപോലെ തന്നെ പോകുമ്പം എന്തെങ്കിലും കൊണ്ടുപോവുക, കാണിക്കായിട്ടോ ഒക്കെ ആയിട്ട് എണ്ണയോ തിരിയോ പൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവല്ലേ, കാണിക്കിടാനുള്ള എന്തെങ്കിലും ചെറിയൊരു തുകയോ ഒരു രൂപയാണെങ്കിലും മതി കാണിക്കിടുക. ആ ഒരു രീതിയിൽ എന്ത് ചെയ്യുക, കൊണ്ടുപോവുക. അതുപോലെ തന്നെ ഈ എണ്ണ തേച്ചുള്ള കുളിയൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. എണ്ണ പോലെയുള്ള കാര്യങ്ങളൊക്കെ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് ഒഴിവാക്കുക. അതുപോലെ മാംസാഹാരികൾ കഴിച്ചിട്ട് പോകുന്ന ഒഴിവാക്കുക. ഏറ്റവും നല്ല തലേദിവസം വെജിറ്റേറിയൻ ആവുക, പിറ്റേ ദിവസവും ക്ഷേത്രത്തിൽ ചെന്ന് തൊഴുതിറങ്ങുന്നവരെങ്കിലും അത് പാലിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. വീട്ടിൽ വന്നതിന് ശേഷമേ പിന്നെ ബാക്കിയുള്ള ഭക്ഷണങ്ങളൊക്കെ കഴിക്കാൻ പാടുള്ളൂ. അതാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ഉത്തമം അത് തന്നെയാണ്. അപ്പം ക്ഷേത്ര ദർശനം പാലിക്കുന്നവർ തീർച്ചയായിട്ടും ആ ഒരു വൃത്തി, ദേഹശുദ്ധി, ഇതോടൊപ്പം തന്നെ ഈ പറയുന്ന ആ ഒരു ആ ഒരു കാര്യങ്ങളുടെയൊക്കെ ഒരു ശുദ്ധിയും എല്ലാം നോക്കുന്നത് വളരെ നല്ലതാണ്. ഇതോടൊപ്പം തന്നെ ആ ഒരു വസ്ത്രവും വൃത്തിയുള്ള വസ്ത്രം തന്നെ ധരിക്കുക. തലേദിവസം ഇട്ട വസ്ത്രങ്ങളൊക്കെ തന്നെ ഇട്ടുകൊണ്ട് പോകാതെ ഇരിക്കാനൊക്കെ തന്നെ ശ്രദ്ധിക്കുകയും ചെയ്യുക. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് ക്ഷേത്ര പ്രദക്ഷിണം. നമ്മൾ ക്ഷേത്ര പ്രദക്ഷിണത്തിന് എന്താ പറഞ്ഞത്, വലത്ത് വെക്കുക എന്ന് പറയും അല്ലേ. അതായത് ഭഗവാന്റെ ആ ഒരു വലത്തെ സൈഡിലൂടെ നമ്മളെ ക്ഷേത്രത്തെ ചുറ്റുന്നതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, ക്ഷേത്ര പ്രദക്ഷിണം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പ്രദക്ഷിണം ചെയ്യുമ്പം അതിൻ്റെ ഒരു രീതി പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ക്ഷേത്രത്തിന് ചുറ്റും അല്ലേ ആ ഒരു ഭഗവാന്റെ വലത്തെ സൈഡ്, അതായത് നമ്മുടെ ഇടത്തെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ പലരും ചിന്തിക്കാറുണ്ട് നമ്മൾ ഇടത്തേക്കാണല്ലോ നീങ്ങുന്നത്, പിന്നെ എന്താണ് ഇതിന് വലത്ത് വെക്കുന്നതെന്ന് പറഞ്ഞത്. അത് ദേവന്റെ ആ ഒരു വലത് സൈഡിലേക്കാണ് നമ്മൾ നടക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ വലത് വെക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്, വലത്ത് വെക്കുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പം ഇത് ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളല്ലേ. ഇപ്പോൾ കാല് അടിവെച്ച് വേണം പ്രദക്ഷിണം നടത്താനെന്നും, അതുപോലെ തന്നെ കൈകൾ ഈ ചേർത്ത് വെച്ച് ഒരു താമരപ്പൂവിൻ്റെ മൊട്ട് പോലെ, അപ്പോൾ ആ ഒരു രീതിയിൽ വേണം ആ ഒരു കൈ ഇരിക്കാൻ അല്ലെ. ഈ ഒരു രീതിയിലൊക്കെ വേണം കൈ, അതായത് നല്ലൊരു രീതിയിൽ ഒരു താമരമൊട്ട് പോലെ കൈ ഇങ്ങനെ ചേർന്ന് നിന്ന് കൈ ഇളകാത്ത രീതിയിൽ വേണം ആ ഒരു പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് നടക്കാൻ എന്നൊക്കെയാണ് പറയുന്നത്. അത് പാലിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം ആ ഒരു രീതിയിൽ നടക്കുക. പക്ഷേ ഏറ്റവും നല്ലത്, നിങ്ങൾ ക്ഷേത്രത്തിന് വലുത് വെക്കുമ്പോൾ വളരെ സാവധാനം നടന്നു. ഇപ്പോൾ ചിലവരുണ്ട് ഈ ഈവനിങ് വാക്കിന് പകരം ക്ഷേത്രത്തിൻ്റെ പുറത്ത് വന്നിട്ടൊരു 10 റൗണ്ട് നടക്കും. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയല്ല വേണ്ടത്. ഓരോന്നിനും ഓരോ പ്രദക്ഷിണ ക്രമങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പം ആ ഒരു രീതിയിൽ വളരെ മര്യാദയോടെ ഭക്തിയോട് കൂടി വേണം എന്ത് ചെയ്യാനായിട്ട്, ക്ഷേത്ര പ്രദക്ഷിണം ചെയ്യാനായിട്ട്. അതോടൊപ്പം തന്നെ ആളുകളായിട്ടുള്ള സംസാരം കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. അതായത് മന്ത്രം ജപിച്ചുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഭക്തി പുലർത്തുന്ന തന്നെ ആ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുക. അപ്പോൾ ഈ പ്രദക്ഷിണം വെക്കുമ്പം അതിൻ്റെ ഓരോ ദേവന്മാർക്കും ഓരോ തരത്തിലുള്ള പ്രദക്ഷിണമാണ് വരുന്നത്. ഇപ്പം ഗണപതി ക്ഷേത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ ഒരു പ്രദക്ഷിണമാണ് പറയുന്നത്. അതുപോലെ സൂര്യക്ഷേത്രങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട പ്രദക്ഷിണം 2 പ്രദക്ഷിണമാണ്. പിന്നെ നമ്മൾ ശിവഭഗവാന്റെ ഒക്കെ ക്ഷേത്രത്തിൽ ആ ഒരു പ്രദക്ഷിണം ചെയ്യുമ്പം നമ്മളത് 3 പ്രദക്ഷിണം എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അതുപോലെ വിഷ്ണു, ശാസ്താവ്, അപ്പം ഇവരൊക്കെ വിഷ്ണു ക്ഷേത്രങ്ങളിലും അതുപോലെ ശാസ്താ ക്ഷേത്രങ്ങളിലൊക്കെ 4 പ്രദക്ഷിണം എന്നതാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. അതുപോലെ ഭഗവതി, സുബ്രഹ്മണ്യൻ, ഇവരുടെയൊക്കെ ക്ഷേത്രത്തിലാണെങ്കിൽ 6 പ്രദക്ഷിണം എന്നാണ് പറഞ്ഞത്. ഭഗവതിയുടെയും അതുപോലെ സുബ്രഹ്മണ്യൻ്റെ ഒക്കെ ക്ഷേത്രത്തിൽ 6 പ്രദക്ഷിണം എന്നതാണ് അതിൻ്റെ ഒരു കണക്ക് വരുന്നത്. ഇനിയിപ്പോൾ അതിൽ ഭദ്രകാളി ക്ഷേത്രങ്ങളിലാണെങ്കിൽ 2 പ്രദക്ഷിണം എന്നാണ് പറയുന്നത്. അരയാലിൻ്റെ ചോട്ടിൽ എത്ര പ്രദക്ഷിണം ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് 7 പ്രദക്ഷിണമാണ് അരയാലിൻ്റെ ചോട്ടിൽ ചെയ്യേണ്ട പ്രദക്ഷിണത്തിൻ്റെ എണ്ണം. അപ്പോൾ അതുപോലെ തന്നെ ദുർഗാ ക്ഷേത്രങ്ങളിലൊക്കെ പ്രദക്ഷിണം 7 പ്രദക്ഷിണം എന്ന് തന്നെയാണ് പറയുന്നത്. ദുർഗാക്ഷേത്രത്തിലെ 7 പ്രദക്ഷിണമാണ് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഭാഗമായിട്ടുള്ള ഒരു സാഷ്ടാംഗ നമസ്കാരം, പഞ്ചാംഗ നമസ്കാരം. അപ്പോൾ ഇത് ക്ഷേത്ര മര്യാദയിൽ പെടുമെന്ന് ചോദിച്ചാൽ പലരും ഇത് പാലിക്കുന്ന അവസരങ്ങളിൽ ആ ഒരു മര്യാദകൾ കാണാറില്ലാത്തതുകൊണ്ട് കൂടെ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഇതിനകത്ത് സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത് പുരുഷന്മാർ ചെയ്യേണ്ട കാര്യവും അതുപോലെ പഞ്ചാംഗ നമസ്കാരം എന്നത് സ്ത്രീകൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പം വളരെ നീണ്ടു നിവർന്ന് കിടന്നിട്ടുള്ള ആ ഒരു നമസ്കാര രീതിയാണ് എന്തെന്ന് പറഞ്ഞത് സാഷ്ടാംഗ നമസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ പുരുഷന്മാർ ചെയ്യുന്നത് ഏതാണെന്ന് ചോദിച്ചത് സാഷ്ടാംഗ നമസ്കാരമാണ്. സ്ത്രീകൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത് പഞ്ചാംഗ നമസ്കാരമാണ്. ഇപ്പോൾ പല പുരുഷന്മാരും പഞ്ചാംഗ നമസ്കാരം ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് പുരുഷന്മാരാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, സാഷ്ടാംഗ നമസ്കാരം തന്നെ ക്ഷേത്രത്തിനുള്ളിൽ ചെയ്യുക. ഇപ്പോൾ പഞ്ചാംഗ നമസ്കാരം എന്ന് പറഞ്ഞാൽ ആ ഒരു മുട്ടയിലിരുന്നിട്ട് കൈ 2 മുന്നോട്ടേക്ക് വെച്ച് നീണ്ട ഒരു മൊത്തത്തിൽ കിടക്കാതെ ഒരു പകുതി എന്നുള്ള രീതിയിൽ കിടന്നാൽ ചെയ്യുന്നതാണ് എന്തെന്ന് പറഞ്ഞത് പഞ്ചാംഗ നമസ്കാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് സ്ത്രീകൾ ചെയ്യാനുള്ളതാണ്. ഓക്കെ. അപ്പം പുരുഷന്മാർ തീർച്ചയായിട്ടും ഇപ്പോൾ പല സ്ഥലങ്ങളിലും പുരുഷന്മാർ ഈ പഞ്ചാംഗ നമസ്കാരം ചെയ്യുന്ന കണ്ടിട്ടുള്ളതുകൊണ്ട് മാത്രം ഞാനത് ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ.
അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഈ കൂടെ ഞാൻ ശയനപ്രദക്ഷിണത്തിൻ്റെ കാര്യവും കൂടെ ഒന്ന് ഉൾപ്പെടുത്തുവാണ്. അപ്പോൾ ഈ ശയനപ്രദക്ഷിണം ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്കും ആ ഒരു സമയത്ത് ശയനപ്രദക്ഷിണം ചെയ്യുന്ന ആ ഒരു സമയത്ത് ഭക്തന്റെ ശിരസ് എങ്ങോട്ടായിരിക്കും? ക്ഷേത്രത്തിന്റെ ഭാഗത്തേക്കായിരിക്കണം ഭക്തന്റെ ശിരസ്. എവിടെയാണോ ശ്രീകോവിലിന്റെ ഭാഗത്തേക്കായിരിക്കണം ശിരസ് വെക്കേണ്ടത്. അതുപോലെ തന്നെ ഈ ശയനപ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് ഈ ഭക്തന്റെ വലതുവശത്തായിരിക്കും എവിടെ ഭഗവാൻ വരിക എന്നൊരു സങ്കല്പമുള്ളത്. ഭക്തന്റെ വലതുവശത്ത് ആണ് ഒരു ഭഗവാൻ എത്തും എന്നൊരു സങ്കല്പമുള്ളത്. അതുപോലെ തന്നെ ഈ ശയനപ്രദക്ഷിണം ചെയ്യാനായിട്ടൊരു 4 സമയമാണ് പറയുന്നത്. ക്ഷേത്രത്തിന്റെ ആ ഒരു നട തുറക്കുകയും അതുപോലെ ക്ഷേത്രത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തിൻ്റെ സമയം അനുസരിച്ചിട്ടായിരിക്കും ഇത് ചെയ്യേണ്ടതും. അപ്പം രാവിലെ, അതുപോലെ തന്നെ ഉച്ചയ്ക്ക്, വൈകുന്നേരം, രാത്രി എന്നിങ്ങനെയാണ് 4 സമയത്തും ശയനപ്രദക്ഷിണം ചെയ്യാം. അത് ക്ഷേത്രം ആ സമയത്ത് പ്രവർത്തിക്കണമുള്ളത് അതനുസരിച്ചിട്ടാണ് അത് ചെയ്യേണ്ടത്. അതുപോലെ രാവിലത്തെ ശയനപ്രദക്ഷിണം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത് രോഗശാന്തിയാണ്. രാവിലത്തെ ശയനപ്രദക്ഷിണം രോഗശാന്തിയാണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഉച്ചക്കത്തെ ശയനപ്രദക്ഷിണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സർവാഭീഷ്ട സിദ്ധിയാണ് ഈ ഉച്ചക്കത്തെ ശയനപ്രദക്ഷിണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വൈകുന്നേരത്തെ ശയനപ്രദക്ഷിണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ പാപപരിഹാരം എന്നതാണ് വൈകുന്നേരത്തെ ശയനപ്രദക്ഷിണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രാത്രിയിലത്തെ ശയനപ്രദക്ഷിണം ആണെങ്കിൽ രാത്രിയിലത്തെ ശയനപ്രദക്ഷിണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോക്ഷപ്രാപ്തി എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം ഈ പറഞ്ഞ രാത്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും അർദ്ധരാത്രിയാണ്. അർദ്ധരാത്രിയിലെ ശയനപ്രദക്ഷിണം എന്നതാണ് ഈ പറഞ്ഞ ഈ രാത്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അർദ്ധരാത്രിയാണ് കൂടുതൽ. അർദ്ധരാത്രിയിലെ ശയനപ്രദക്ഷിണം എന്ന് പറഞ്ഞാണ് ഈ മോക്ഷമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ പറയുന്നതിൽ കൂടുതൽ ശരിയായിട്ട് വരുന്നത്. പിന്നെ വേറൊരു ക്ഷേത്രമര്യാദ എന്ന് പറഞ്ഞത് ഇപ്പോൾ തീർത്ഥം പ്രസാദമൊക്കെ വാങ്ങുന്ന സമയത്ത് കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ പല സ്ഥലങ്ങളിൽ ഇതൊക്കെ വെച്ചിട്ട് പോകുക. അതായത് ക്ഷേത്രത്തിനകത്ത് തന്നെ ഇത് ഉപേക്ഷിക്കുന്ന ഒരു രീതിയിൽ. ഇപ്പോൾ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? അത് ഭഗവാന്റെ ഒരു ശരീരമായിട്ടാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങളെ കാണുന്നത്. ക്ഷേത്രത്തെ അതിൻ്റെ ഭാഗങ്ങളെ കാണുന്നത് ഭഗവാന്റെ ഒരു ശരീരത്തിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ പലരും അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നതും എന്തല്ല? ക്ഷേത്രം മര്യാദയുടെ ഭാഗമല്ല. അതുപോലെ ശബരിമലയിലൊക്കെ ചെന്നാലും അവിടെയും കാണാറുണ്ട് ഈ വസ്ത്രങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഭാഗത്ത് എവിടെയെങ്കിലൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ സാധാരണ ഏത് ക്ഷേത്രത്തിൽ ചെന്നാലും ചന്ദ്രവും അതുമെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന രീതിയിൽ കാണാറുണ്ട്. അപ്പോൾ ഇതൊന്നും എന്തല്ല? ക്ഷേത്ര മര്യാദയല്ല. അപ്പം അത് ഫോളോ ചെയ്യുന്നവർ തീർച്ചയായിട്ടും അത് നിർത്തുക. അപ്പം അതും നമുക്കെന്താ ഒരു ക്ഷേത്ര മര്യാദയിൽ ആയിട്ട് നമുക്ക് പറയാവുന്ന കാര്യമാണ്. പിന്നെ പ്രധാന ദർശനാവസരങ്ങൾ അത് ഞാൻ ചുമ്മാ അതിൽ ഇൻക്ലൂഡ് ചെയ്തെന്നുള്ളത്. നമുക്ക് നിത്യപൂജകൾ ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്കത് പറയാൻ പറ്റും. എതിർത്ത് പൂജ, അതുപോലെ നിർമ്മാല്യം, പന്തിരടി പൂജ, ഉഷപൂജ, അത്താഴ പൂജ ഇതൊക്കെ നമ്മൾ പറയും. അത് ആ ഒരു സമയത്തായിരിക്കും നമ്മൾ പറയുന്നത്. ആ ഒരു സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ കുറുതൊടൽ, ഇത് ശൈവം ഭസ്മവും വൈഷ്ണവം ചന്ദനം ശക്തയും കുങ്കുമം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ പിന്നെ കാലിൽ ചെരുപ്പുകൾ അണിഞ്ഞ് ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കുക. കാരണം എന്താ? ക്ഷേത്രം ഒരു ശരീരമായിട്ടാണ്, ഭഗവാന്റെ ശരീരമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ക്ഷേത്രത്തിനകത്ത് വരുമ്പോഴും ശുദ്ധി ഉണ്ടാവണം. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം ശുദ്ധിയുള്ള വസ്തുക്കൾ തന്നെ ഉപയോഗിക്കുക. അതുപോലെ തന്നെ പിന്നെ നമ്മൾ പാലിക്കേണ്ട, ഇപ്പോൾ നമ്മൾ ദേഹശുദ്ധി മനഃശുദ്ധിയൊക്കെ പറഞ്ഞു. അതുകൂടാതെ നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലേ? എന്തൊക്കെയാണ്? വാക്ശുദ്ധി, മനഃശുദ്ധി നമ്മൾ പറഞ്ഞാണ്. വാക്ശുദ്ധിയുണ്ട്. അതുപോലെ തന്നെ കർമ്മശുദ്ധി. വാക്ശുദ്ധി എന്ന് പറയുമ്പോൾ അവിടെ വന്നിട്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ ഒരു നെഗറ്റീവ് എനർജി സ്പ്രെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പറയാതിരിക്കുക. നോട്ടത്തിലും ഭാവത്തിലും ഒന്നും അത് വരാതിരിക്കുക. അതുപോലെ തന്നെ കർമ്മശുദ്ധി, അവിടെ വന്നിട്ടുള്ള നമ്മുടെ പ്രവർത്തനങ്ങളും കാര്യങ്ങളും എല്ലാം എന്തായിരിക്കും? വളരെ ശുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ പ്രവർത്തിക്കുക എല്ലാം ചെയ്യുക. അതുപോലെ വസ്ത്രശുദ്ധി, ഏറ്റവും വൃത്തിയുള്ള അലക്കിയ വസ്ത്രങ്ങളൊക്കെ തന്നെ ഉപയോഗിക്കുക. തലേദിവസം ഉപയോഗിച്ച വസ്ത്രം ഉപയോഗിക്കാതിരിക്കുക. അതുപോലെ തന്നെ ഭക്ഷണശുദ്ധി, ഇപ്പം നിഷിദ്ധമായിട്ടുള്ള ചില ഭക്ഷണങ്ങൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അത് കഴിച്ചിട്ട് പാടില്ല. അല്ല മദ്യം പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ പാൻപരാഗോ അല്ലെങ്കിൽ സിഗരറ്റ് ഇതൊന്നും ഉപയോഗിച്ചിട്ട് കയറാതിരിക്കുക. അതുപോലെ തന്നെ മത്സ്യമാംസാഹാരികൾ ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക? ക്ഷേത്രത്തിൽ പ്രവേശിക്കാതിരിക്കുക. അപ്പോൾ ഇത്രയും ശുദ്ധികളും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ വരുത്തുക. അതുപോലെ തന്നെ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ പാടില്ലാത്തവരുണ്ട്. അതായത് നിഷിദ്ധ ഭക്ഷണം സേവിച്ചവർ, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അതുപോലെ എന്താ? പുല, വാലായ്മ, അശൗചമുള്ളവർ, ഇങ്ങനെയുള്ളവരൊക്കെ എന്ത് ചെയ്യാതിരിക്കുക? ക്ഷേത്രത്തിൽ ദയവേത് പ്രവേശിക്കാതിരിക്കുക. അത് ക്ഷേത്രത്തിൻ്റെ ശുദ്ധിയും കാര്യങ്ങളൊക്കെ ബാധിക്കും. ഒരു പോസിറ്റീവ് എനർജി തരുന്ന സ്ഥലമാണ്. അവിടെ നമ്മൾ നെഗറ്റീവ് എനർജി ആയിട്ട് ചെല്ലാതിരിക്കുക എന്നതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തസ്കരന്മാരായിട്ടുള്ളവർ എന്ത് ചെയ്യാതിരിക്കുക? ക്ഷേത്രത്തിൽ ചെല്ലാതിരിക്കുക. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ വിഗ്രഹം എടുക്കണം തോന്നും, അല്ലെങ്കിൽ എന്താ ഭഗവാനെ ചേർത്തിരിക്കുന്ന തിരുവാഭരണങ്ങളൊക്കെ എടുക്കണം തോന്നും. അപ്പോൾ എന്ത് ചെയ്യാതിരിക്കുക? അവിടെ അതുപോലെയുള്ളവരും ക്ഷേത്രത്തിൽ ചെല്ലാതിരിക്കുക. അതുപോലെ ആയുധം, സ്ഫോടക വസ്തുക്കൾ ഇതൊക്കെ കൈവശമുള്ളവർ എന്ത് ചെയ്യാതിരിക്കുക? ക്ഷേത്രത്തിൽ ചെല്ലാതിരിക്കുക. ആകെ ചെയ്യാൻ പറ്റുന്ന എനിക്കൊന്ന് ക്ഷേത്ര പൂജ, മറ്റേ ആയുധ പൂജ ചെയ്യുന്ന സമയത്ത് ആയുധം അവിടെ സമർപ്പിക്കാൻ വേണ്ടി ചെല്ലാം. അല്ല ആയുധ പൂജ എടുക്കുന്ന ക്ഷേത്രങ്ങളിൽ അത് സമർപ്പിക്കാൻ വേണ്ടി ചെല്ലാം എന്നല്ലാതെ ആയുധങ്ങളൊക്കെ ആയിട്ട് ക്ഷേത്രത്തിൽ കയറാതിരിക്കുക. അതുപോലെ തന്നെ ക്ഷേത്ര മര്യാദ പാലിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെയുള്ളൊരു ക്ഷേത്രത്തിൽ കയറാതിരിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ചെറിയൊരു പോർഷനാണ് നമുക്ക് സിലബസിലുള്ളതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇതിന് പഠിക്കാനായിട്ട്.
അപ്പം ഇതിൽ നിന്നും ചോദ്യങ്ങൾ വളരെ കുറവാണ്, നമ്മളത് ഇതിനകത്ത് തന്നെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കും PYQs ഗ്രൂപ്പിൽ തരുന്നുണ്ട്. നമുക്ക് പക്ഷേ PYQs എടുക്കാം, നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞാനിത് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ഒരു ഇതിൻ്റെ PYQ എനിക്ക് നോക്കാനുള്ളൊരു സമയം കിട്ടിയിരുന്നില്ല. അപ്പം അത് അടുത്ത ക്ലാസ്സിലായിട്ട് അടുത്ത ഏത് ക്ലാസ്സാണ് എടുക്കുന്നത് അതിൻ്റെ പാർട്ടിൽ ഇതും നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം, ഇതിൻ്റെ PYQ നമുക്കത് ഇൻക്ലൂഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഗ്രൂപ്പിലുള്ള PYQs ഒക്കെ നിങ്ങൾ പഠിക്കുക, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ നമ്മുടെ മെയിൻ ടെലഗ്രാം ചാനലുണ്ട്, PK ലേണിങ്സിൻ്റെ മെയിൻ ടെലഗ്രാം ചാനൽ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഗ്രൂപ്പിൽ തന്നേക്കാം, അതിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തോളുക. അതിൽ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് കുറേ PYQസും കറണ്ട് അഫയേഴ്സും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. കറണ്ട് അഫയറിൻ്റെ മെറ്റീരിയലൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ PYQs ഒക്കെ നിങ്ങൾക്ക് കിട്ടും, പോളായിട്ട് തന്നെ നമ്മൾ അതിൽ ഇടുന്നുണ്ട്. അപ്പം ഇതൊക്കെ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഇനിയിപ്പോൾ വരുന്ന എക്സാമിന് അത് കൂടുതൽ നിങ്ങൾക്ക് ഗുണം ചെയ്യത്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകൾ ചില ദിവസങ്ങളിൽ ഇല്ലാതൊക്കെ വരുന്നൊരു അവസരങ്ങളുണ്ട്. അതിപ്പം ഹരിസാർ ചില കാര്യങ്ങളിലൊക്കെ ഒരു കുറച്ച് തിരക്കിലൊക്കെ ആയിട്ടാണ്, അതുകൊണ്ടുള്ള ഒരു ചെറിയൊരു ഡിലേ ആണ്, അത് പ്രശ്നമൊന്നുമില്ല. ക്ലാസ്സുകളെല്ലാം നമ്മൾ എടുത്ത് തീർക്കും. അപ്പോൾ നിങ്ങൾ ക്ലാസ്സസിന് വേണ്ടി അങ്ങനെ എന്താ പറയുക കിട്ടിയില്ല അല്ലെങ്കിൽ വന്നില്ല എന്നോർത്ത് വിഷമിക്കേണ്ട. നിങ്ങൾ ആ സമയത്ത് റിവിഷൻ കാര്യങ്ങളൊക്കെ ചെയ്തോളുക. അതോടൊപ്പം തന്നെ നമ്മുടെ PYQs കാര്യങ്ങളൊക്കെ ചെയ്തോളുക. അതുപോലെ തന്നെ നിങ്ങളുടെ സോഴ്സിൽ നിന്നും PYQs ഒക്കെ എടുത്ത് നിങ്ങളും ചെയ്യാനായിട്ട് ശ്രമിക്കുക. കാരണം മാത്സ് ഇംഗ്ലീഷൊക്കെ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുവാണെങ്കിൽ അതും നിങ്ങൾ ആ കൂടെ ചെയ്യുക. അതുപോലെ GKയുടെ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ ഞങ്ങളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത GKയുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം എല്ലാവരും പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്തും അതുപോലെ പഠിച്ച കാര്യം റിവിഷൻ പറഞ്ഞപ്പോൾ ഓർത്തൊരു കാര്യമാണ്, പഠിച്ച കാര്യങ്ങൾ മറക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താണ് എന്നാണ് ഏറ്റവും പാടുള്ളൊരു കാര്യം കൂടെ. അപ്പോൾ നിങ്ങൾ റിവിഷൻ പ്രോപ്പറാണെന്ന് ഒന്ന് ഉറപ്പിച്ചോളൂ. കാരണം എന്താ വെച്ചാൽ പരീക്ഷയ്ക്ക് നമ്മൾ കേട്ടിരുന്നു പക്ഷേ എന്താ നമുക്ക് ഓർമ്മ കിട്ടുന്നില്ല എന്ന് പറഞ്ഞ പല കുട്ടികളുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ആ ഒരു ഭാഗത്തിലേക്ക് എത്തുന്നത് എന്താ വെച്ചാൽ റിവിഷൻ്റെ പോരായ്മ വരുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ റിവിഷൻ്റെ ഒരു പോരായ്മ ഇല്ല എന്നൊന്ന് കൃത്യമായിട്ടൊന്ന് ഉറപ്പിച്ചാൽ മതിയാവും. അപ്പം എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.